ഹലോ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സുമി ലിജീഷ്. ഞാൻ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. അപ്പോൾ മക്കളിപ്പോൾ റീനീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് വളരെ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും പിന്നെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ടീച്ചർ ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റൊരു ചാപ്റ്ററുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. നമുക്ക് എൻറ്റയർ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ ഫോമിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ തിയറിയും കവർ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? സോ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which class of algae possess fucoxanthin and phycoerythrin pigments respectively? നമുക്കറിയാം, നമ്മൾ 3 ക്ലാസ് ഓഫ് ആൽഗി ആണ് പഠിച്ചിരിക്കുന്നത് അല്ലെ? ഗ്രീൻ ആൽഗി ഓർ ക്ലോറോഫൈസി, ബ്രൗൺ ആൽഗി അല്ലെങ്കിൽ ഫയോഫൈസി എന്ന് പറയും, റെഡ് ആൽഗി അല്ലെങ്കിൽ റൂഡോഫൈസി. അപ്പൊ ഇവിടെ ഫ്യൂക്കോസാന്തിനും ഫൈക്കോഎറിത്രിൻ പിഗ്മെന്റ്സും ഏതൊക്കെ ആൽഗയിലാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗി അതായത് ഫയോഫൈസിലും, ഫൈക്കോഎറിത്രിൻ എന്ന് പറയുന്നത് റെഡ് ആൽഗി റോഡോഫൈസിയിലാണെന്ന് മക്കൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് ഓപ്ഷൻ പെട്ടെന്ന് എടുത്തൂടെ? ഫ്യൂക്കോസാന്തിൻ ഫയോഫൈസി എഴുതും, പിന്നെ ഫൈക്കോഎറിത്രിൻ റോഡോഫൈസി. ദെൻ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ, കളർ എടുക്കട്ടെ, we will go for option 2. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. കാരണം ഈ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വേണമെങ്കിലും വരാം അല്ലെ? അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് ഈ ബോക്സ് ഒന്ന് കവർ ചെയ്യാം. നോക്കാം. അപ്പൊ 3 ക്ലാസ്സസ്: ക്ലോറോഫൈസി എന്ന് വെച്ചാൽ ഗ്രീൻ ആൽഗി, ഫയോഫൈസി ബ്രൗൺ ആൽഗി, റോഡോഫൈസി റെഡ് ആൽഗി. ഇനി ഇതിന്റെ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് പറയുകയാണെങ്കിൽ മക്കൾ ഒന്ന് ഓർത്ത് വെക്കുക, ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് 3ലും കോമൺ ആണ് അല്ലെ? 3 ക്ലാസ്സിലും ക്ലോറോഫിൽ എ പിഗ്മെന്റ് പ്രസന്റ് ആണ്. പിന്നെ അടുത്ത ലെറ്റർ എന്താ? ബി, അത് ക്ലോറോഫൈസിയല്, പിന്നെ സി അത് ഫയോഫൈസിയല്, പിന്നെ ഡി അത് റോഡോഫൈസിയല്. അപ്പൊ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഇത് കൂടാതെ ഫയോഫൈസിയല് ഫ്യൂക്കോസാന്തിൻ പ്രസന്റ് ആണ്, റോഡോഫൈസിയല് ഫൈക്കോഎറിത്രിൻ. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തല്ലോ. അടുത്ത സ്റ്റോർഡ് ഫുഡ് പറയുകയാണെങ്കിൽ മക്കളെ ക്ലോറോഫൈസിയൽ സ്റ്റാർച്ച് വരും, ഫയോഫൈസിയൽ മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ, റോഡോഫൈസിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. and ഇതിന്റെ സെൽ വാൾ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലോറോഫൈസിയൽ സെലുലോസ്, ഫയോഫൈസിയൽ സെലുലോസ് ആൻഡ് ആൽജിൻ, ആൻഡ് റോഡോഫൈസിയൽ സെലുലോസും പെക്റ്റിനും പിന്നെ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സും. Now flagellar number and position of insertions. ഫ്ലജുലാർ നമ്പർ പറയുകയാണെങ്കിൽ മക്കളെ നമ്മൾ ക്ലോറോഫൈസിലാണെങ്കിൽ 2 to 8 വരെ കാണും. എല്ലാം ഈക്വൽ ആണ് അതിൻ്റെ ലെങ്ത് ഒക്കെ. എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ? എപ്പിക്കൽ പൊസിഷൻ ആണ്. അതേ സമയത്ത് ഫയോഫൈസിയെ നോക്കുകയാണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ, അതാണെങ്കിൽ അതിൻ്റെ അൺഈക്വൽ ആണ് രണ്ടിൻ്റെയും ലെങ്ത്. എവിടെയാണ് വെച്ചിരിക്കുന്നത്? ലാറ്ററൽ സൈഡിലാണ്. എന്നാൽ റോഡോഫൈസിയിലാണെങ്കിലോ ഫ്ലജല്ല ആബ്സെന്റ് ആണ്. ഇത് ഓർത്ത് വെക്കൂലേ? ഇനി ഹാബിറ്റാറ്റ് പറയുകയാണെങ്കിൽ ഇവർ 3 പേരെയും നമുക്ക് ഫ്രഷ് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും കാണാം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാസ്കുലാർ ക്രിപ്റ്റോഗാം? അപ്പൊ ആദ്യം ക്രിപ്റ്റോഗാം എന്താണെന്ന് അറിയണം അല്ലെ? ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഹിഡൻ, ഗാം എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻ. അപ്പൊ ഹിഡൻ സെക്സ് ഓർഗൻ ആർക്കാണ്? ആൽഗേക്കും ബ്രയോഫൈറ്റിനും ടെറിഡോഫൈറ്റിനും. അപ്പോൾ ജിംനോസ്പോംസും ആൻജിയോസ്പോംസും എന്താണ്? ഫെനേറോഗാംസ് ആണ്. ഫെനേറോഗാംസ് എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് സെക്സ് ഓർഗൻസ് ആണ്. ഇവരെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെർമാറ്റോഫൈറ്റ്സ്. സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വാസ്കുലാർ ക്രിപ്റ്റോഗാം എന്ന് പറയണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? സെക്സ് ഓർഗൻസ് ഹിഡനും ആയിരിക്കണം, വാസ്കുലാർ ടിഷ്യൂ പ്രസന്റും ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ് that possess vascular tissue ആരാണ്? ടെറിഡോഫൈറ്റ്സ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ ടെറിഡോഫൈറ്റ്സിനെ അല്ലേ തപ്പി പിടിക്കേണ്ടത് അല്ലെ? നോക്കാം. മെർക്കാൻഷ്യ ആവില്ല. എന്തുകൊണ്ടാ? മെർക്കാൻഷ്യ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ആണ്, ലിവർ വേർട്ട് ആണ് അല്ലെ? അത് ക്രിപ്റ്റോഗാം ആണ്, പക്ഷെ വാസ്കുലാർ ക്രിപ്റ്റോഗാം അല്ല. ദെൻ ഫ്യൂണേറിയ അഗെയിൻ അത് ബ്രയോഫൈറ്റ്, മോസ് ആണ് അല്ലെ? അപ്പം അതും ക്രിപ്റ്റോഗാം ആണ്, വാസ്കുലാർ ടിഷ്യൂ ഒന്നും ഇല്ല. ഡ്രയോപ്ടെറിസ് കിട്ടിയോ? ഡ്രയോപ്ടെറിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെറിഡോഫൈറ്റിന്റെ ഒരു ക്ലാസ് ഉണ്ട്, ടിറോപ്സിഡ.
ടിറോപ്സിഡയിൽ എന്തൊക്കെ വരും? ഡ്രയോപ്റ്റെറിസ്, ടെറിസ് ആൻഡ് എഡിയാൻഡം അല്ലെ? അപ്പോ ഏതാണ് മക്കളെ ഓപ്ഷൻ വരിക? വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 3. കാരണം നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൈക്കസ് എന്താ? ജിംനോസ്പേം ആണ്. അത് ഫെനറോഗാം ആണ്, ഒരിക്കലും എന്തല്ല? ക്രിപ്റ്റോഗാം അല്ല. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മക്കൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് എഴുതിയിട്ടുണ്ട്. നോക്കിക്കോ, ക്രിപ്റ്റോഗാംസിൽ ആരൊക്കെയാണ് വരിക? ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. ഫെനറോഗാംസ് എന്ന് പറയുന്നത് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ആണ്. സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത് സീഡ് ബിയറിംഗ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവരെയും നമുക്ക് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും എന്ന് ഉൾപ്പെടുത്താം. ട്രക്യോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വാസ്കുലർ ടിഷ്യൂസ് ഉള്ളവർ ആരൊക്കെയാ? ടെറിഡോഫൈറ്റ്സും ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. പിന്നെ ടെറിഡോഫൈറ്റ്സിലെ 4 ക്ലാസ്സസ് ഒന്ന് ഓർമ്മിച്ചാൽ നമുക്കറിയാം. സിലോപ്സിഡയിൽ സിലോട്ടം വരും, ലൈക്കോപ്സിഡയിൽ സെലാജിനെല്ല, ലൈക്കോപോഡിയം, സ്പിനോപ്സിഡയിൽ എക്വിസിറ്റം, ദെൻ ടിറോപ്സിഡയിൽ ഡയോപ്റ്റെറിസ്, ടെറിസ്, എഡിയാൻഡം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട് എന്തെടുക്കാം? വാസ്കുലാർ ക്രിപ്റ്റോഗ്രാമിലെ ടെറിഡോഫൈറ്റിന്റെ ക്ലാസ് ആയ ടിറോപ്സിഡയിലെ ഡയോപ്റ്റെറിസിന് എടുക്കാം. ക്ലിയർ അല്ലേ? Okay, next question. Which of the following are the characteristic features of pteridophytes? നോക്കാം. ഡോമിനന്റ് സ്പോറോഫൈറ്റ്, ശരിയല്ലേ? അതിന്റെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇൻഡിപെൻഡന്റ് ഗാമറ്റോഫൈറ്റ് അല്ലെ? അതിന്റെ ഗാമറ്റോഫൈറ്റിനെ നമ്മൾ പ്രോതാലസ് എന്നാണ് വിളിക്കുക. പ്രോതാലസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം അതും കറക്റ്റ് ആണ്. Presence of vascular tissue ആണല്ലോ, അതല്ലേ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് that possess vascular tissue, അതും കറക്റ്റ് ആണ്. സീഡ് ഫോർമേഷൻ പറ്റില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ടെറിഡോഫൈറ്റ് ഇസ് എ ക്രിപ്റ്റോഗാം. സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഫെനറോഗാംസ്. ഫെനറോഗാംസ് ആരൊക്കെയാണ്? ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. അപ്പൊ ഇവര് സീഡ് ഫോർമേഷൻ ഇല്ലല്ലോ, സോ തെറ്റാണ്. വാട്ടർ റിക്വയർഡ് ഫോർ ഫെർട്ടിലൈസേഷൻ കറക്റ്റ് ആണ്. So we will go for option ഏതാ വരിക മക്കളെ? എയും ബിയും സിയും ഇയും കറക്റ്റ് ആയ സ്ഥിതിക്ക് we will go for option 1. Okay. Next, which of the following statements are correct? നോക്കാം. Algae reproduce vegetatively by fragmentation. Correct. Zoospores are motile and flagellated. ശരിയാണ് അല്ലേ? Asexual spore ആണ് zoospore. അതെന്താണ്? ഫ്ലജല്ലേറ്റഡ് ആണ്, മോട്ടൈൽ ആണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? Then oogamous reproduction occurs in volvox and fucus. ഈ oogamous എന്ന് പറഞ്ഞാൽ എന്താണ്? It is a special type of gametes involved in sexual reproduction. അതായത് മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും. ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും. അപ്പൊ ആ ഗാമേറ്റുകൾ തമ്മിലുള്ള ഫ്യൂഷൻ വഴി നടക്കുന്ന റീപ്രൊഡക്ഷൻ അതെന്താണ്? ഊഗാമസ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രീൻ ആൽഗയിൽ വോൾവോക്സും ബ്രൗൺ ആൽഗയിൽ ഫ്യൂക്കസും. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് അല്ലെ? അപ്പോ ഇത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. പിന്നെ എന്താ ഇവിടെ പ്രശ്നം? ബ്രയോഫൈറ്റ്സ് ലാക്ക് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസ്. തെറ്റല്ലേ? ബ്രയോഫൈറ്റ്സിന്റെ സെക്സ് ഓർഗൻസ് എന്തൊക്കെയാ മക്കളെ? ഓർമ്മയുണ്ടോ? മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആൻഥറീരിയം, അത് മൾട്ടി സെല്ലുലർ ആണ്. പിന്നെയോ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയം, വിച്ച് ഇസ് ഓൾസോ മൾട്ടി സെല്ലുലാർ. അപ്പോ ബ്രയോഫൈറ്റ്സ് ലാക്ക് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ, നമുക്ക് എയും ബിയും സിയും ശരിയാണ്. സോ ഓപ്ഷൻ 3. Next, among the following statement, identify the incorrect pair. Incorrect pair ആണ് നോക്കണ്ടേ. നോക്കിക്കോ. മെർക്കാൻഷ്യ ജമ്മ കപ്പ്. അപ്പൊ ഈ ജമ്മ കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്മെ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം മെർക്കാൻഷ്യ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ലിവർ വേർഡ് ആണ് അല്ലെ? ബ്രയോഫൈറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് ലിവർ വേർഡ്സും മോസസും. അതിൽ ലിവർ വേർഡിൽ ഒറ്റ എക്സാമ്പിളെ നമുക്ക് പഠിക്കാനുള്ളൂ, മെർക്കാൻഷ്യ. അപ്പൊ മെർക്കാൻഷ്യ എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ ദ ഫോർമേഷൻ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന്റെ പേരാണ് ജമ്മെ. ഈ ജമ്മേന്റെ പ്രത്യേകത എന്താ? അത് ഗ്രീൻ ആണ്, പിന്നെയോ മൾട്ടി സെല്ലുലാർ ആണ്, പിന്നെയോ asexual buds ആണ് അല്ലെ? അത് ഡെവലപ്സ് ഇൻടു സ്മോൾ റിസെപ്റ്റാക്കിൾ. ആ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ജമ്മ കപ്പ്.
എന്നിട്ട് പിന്നെ ജെമ്മ എന്താവുന്നു, ഡിറ്റാച്ച് ചെയ്യുന്നു പാരന്റ് ബോഡിയിൽ നിന്നും, എന്നിട്ട് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മെർക്കാൻഷ്യ ജെമ്മ കപ്പ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. നെക്സ്റ്റ്, ഫ്യൂണേറിയ പ്രോട്ടോണിമ. ഇതാരാണ് അപ്പൊ ഫ്യൂണേറിയ എന്ന് പറയുന്നത്? മക്കൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മോസസിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് SPF ആണ്. ഓർമ്മയുണ്ടാവില്ലേ? നമ്മൾ ഈ സൺസ്ക്രീനിലൊക്കെ പഠിക്കുന്നില്ലേ, SPF 30+, SPF 50+ എന്നൊക്കെ. ഓർമ്മിക്കാൻ എളുപ്പമല്ലേ ഈ കോഡ്? SPF എന്ന് പറഞ്ഞാൽ S എന്താടാ? സ്പാഗ്നം. ഓക്കെ. P എന്താ? പോളിട്രൈക്കം. പിന്നെ F എന്താ? ഫ്യൂണേറിയ. ഓക്കെ. അപ്പൊ മോസസിൽ SPF ഓർമ്മിക്കുക, സ്പാഗ്നം, പോളിട്രൈക്കം, ഫ്യൂണേറിയ. ഈ മോസസിന്റെ പ്രത്യേകത എന്താണ്? മോസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് സ്റ്റേജസ് ആണ്. അതായത് ഒന്ന് പ്രോട്ടോണിമയും ഒന്ന് ലീഫി സ്റ്റേജും. അതായത് ഈ ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് പ്രസന്റ് ആയിട്ടുള്ളത്, അതിന്റെ എപ്പെക്സിൽ. ഓക്കെ. അപ്പൊ നമുക്കറിയാം, മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം ആണ്, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം ആണ്. ആന്ത്രീഡിയം ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നു, ആർക്കിഗോണിയത്തിലെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ആവുന്നു. ഓക്കെ അല്ലേ? ഇനി ഈ സൈഗോട്ട് മൈറ്റോസിസ് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളുണ്ട്: ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ മിയോസിസ് നടന്നിട്ട് സ്പോർസ് ഉണ്ടാവുന്നു. ഈ സ്പോർസിൽ നിന്നും ഡയറക്ട്ലി ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ് പ്രോട്ടോണിമ. ഓക്കെ. ആ പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്, പിന്നെ ഫ്രീക്വന്റ്ലി ഫിലമെന്റസ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതിനുശേഷം അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി പ്രോട്ടോണിമയാവും. അതിന്റെ മേലെ ലാറ്ററൽ ബഡ്സ് ഡെവലപ്പ് ചെയ്യും, വിച്ച് വിൽ ഡെവലപ്സ് ഇൻ ടു എ ലീഫി സ്റ്റേജ്. ഓക്കെ. അപ്പോൾ ഫ്യൂണേറിയ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിമ ആയിട്ടുള്ള കണക്ഷൻ കറക്റ്റ് ആണ്. ശരിയല്ലേ? ഇതാ മക്കൾ ഒന്ന് നോക്കിക്കേ. ഇതാ നമ്മുടെ ജമ്മ കപ്സ് ഒക്കെ ടീച്ചർ വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് പറയാട്ടോ. ഇവിടെ നോക്കടാ, ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലീഫി സ്റ്റേജിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എപ്പെക്സിലാണ് എന്തൊക്കെ ഉണ്ടാവുക, ആന്ത്രീഡിയം ഉണ്ടാവുക, ആർക്കിഗോണിയം ഉണ്ടാവുക. എന്നിട്ട് അത് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിന് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂളിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നു. ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ട് പ്രോട്ടോണിമ ആവുന്നു. അത് പിന്നെ സെക്കൻഡറി പ്രോട്ടോണിമ ആവുന്നു. അതിൽ ലാറ്ററൽ ബഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു, വിച്ച് വിൽ ഡെവലപ്സ് ഇൻ ടു ലീഫി സ്റ്റേജ്. അപ്പോൾ സ്പോറിൽ നിന്നും ഡയറക്ട്ലി ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത്? പ്രോട്ടോണിമ സ്റ്റേജ്. ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇത് കറക്റ്റ്. നെക്സ്റ്റ്, സെലാജിനെല്ല ഹോമോസ്പോറസ്. സെലാജിനെല്ല എന്ന് പറയുന്ന ഒരു ടെറിഡോഫൈറ്റ് ആണ് അല്ലെ. ടെറിഡോഫൈറ്റില് ഹെറ്ററോസ്പോറസ് കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്ന 2 എക്സാമ്പിൾ ആണ്. മക്കൾ പറഞ്ഞ എന്തൊക്കെയാ അത്? ആ 2 എക്സാമ്പിൾസ് എന്തൊക്കെയാടാ? ഒന്ന് സെലാജിനെല്ല, 2 സാൽവീനിയ. ശരിയല്ലേ? ഈ സെലാജിനെല്ലയും സാൽവീനിയും ഹെറ്ററോസ്പോറസ് ആണ്. ഹെറ്ററോസ്പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില സ്പോറുകൾ ചെറുതായിരിക്കും, അതിന് നമ്മൾ മൈക്രോസ്പോർസ് എന്ന് പറയും. ചില സ്പോർസ് വലുതായിരിക്കും, അതിനെ നമ്മൾ മെഗാസ്പോർസ് എന്ന് പറയുന്നു. ഈ മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ട് മെയിൽ ഗാമറ്റോഫൈറ്റ് ആകും, മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ട് ഫീമെയിൽ ഗാമറ്റോഫൈറ്റും ആകും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് ആണ് ഇത്. കാരണം ഇനി ജിംനോസ്പോമും ആൻജിയോസ്പോംസും ഒക്കെ കംപ്ലീറ്റ്ലി ഹെറ്ററോസ്പോറസ് ആണ്. അപ്പൊ അതിനൊരു തുടക്കം കാണിച്ചതാണ് ഇവർ രണ്ടുപേരും. എവിടെയുള്ളത്? ടെറിഡോഫൈറ്റ്സിലുള്ളത്. സോ സെലാജിനെല്ലയും സാൽവീനിയും ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ ആണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്താണ്? ഹോമോസ്പോറസ് ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇവര് സെലാജിനെല്ല എന്ന് കൊടുത്തത് കൊണ്ട് നമ്മൾ ഇത് തെറ്റിടുന്നു. ഓക്കെ. ദെൻ ഇക്വിസിറ്റം ഹോസ്റ്റൈൽ ആണല്ലോ. ഇക്വിസിറ്റത്തിന്റെ വേറൊരു പേരാണ് ഹോസ്റ്റൈൽ. ഇതാണ് സാധനം. ഓക്കെ. സോ അതും കറക്റ്റ് ആണ്. സോ ഇവിടെ ഇൻകറക്റ്റ് പെയർ എന്ന് പറയുന്നത് സെലാജിനെല്ല ഹോമോസ്പോറസ് ആണ്. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. Select the statements which are true or false. Alternation of generations occur in plants. എന്താണ് alternation of generation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ ഫൈലം പോറിഫറയിലൊക്കെ അല്ലെ, പോളിപ്പ്, മെഡൂസ, അവരൊക്കെ എന്ത് കാണിക്കുന്നുണ്ട്? ഓൾട്ടർനേഷൻ ജനറേഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്ലാന്റ്സ്, അതായത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിലും, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ പ്ലാന്റ്സിലും ഓൾട്ടർനേഷൻ ജനറേഷൻ കാണിക്കുന്നുണ്ട് ബിറ്റ്വീൻ ഹാപ്ലോയിഡ് ഗാമേറ്റ് പ്രൊഡ്യൂസിങ് ഗാമറ്റോഫൈറ്റും പിന്നെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസിങ് സ്പോർസ്. ഓക്കെ, അപ്പോൾ ഗാമറ്റോഫൈറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റ് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഈ രണ്ട് സ്റ്റേജസും കാണിക്കും, ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ്. സെക്കൻഡ്, ഇൻ മോസസ് പ്രോട്ടോനിമ സ്റ്റേജസ് ഹാപ്ലോയിഡ്. ശരിയല്ലേ? ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ആവുന്നു. സ്പോറോഫൈറ്റ് ആണെങ്കിലോ ഡിപ്പെൻഡഡ് ആണ് എന്തിനോട്? ഗാമറ്റോഫൈറ്റിനോട്, ബ്രയോഫൈറ്റ്സിന്റെ അല്ലെ. ഇനി സ്പോറോഫൈറ്റിന്റെ 3 ഭാഗം ടീച്ചർ പറഞ്ഞു. ഫൂട്ട്, സീറ്റ, കാപ്സ്യൂൾ. കാപ്സ്യൂളിന്റെ അകത്ത് മിയോസിസ് നടന്നിട്ട് സ്പോർസ് ഉണ്ടാവുന്നു. അപ്പൊ തീർച്ചയായിട്ടും സ്പോർസ് എന്താണ്? ഹാപ്ലോയിഡ് അല്ലേ. ഈ സ്പോറിൽ നിന്നും ഡയറക്ട്ലി ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത്? പ്രോട്ടോനിമ. അപ്പൊ പിന്നെ പ്രോട്ടോനിമ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. 3, സൈക്കസ് ഷോസ് coralloid roots associated with cyanobacteria. അപ്പൊ ആദ്യം സൈക്കസ് എന്താന്ന് പറ മക്കളെ. സൈക്കസ് ഏതിലാണ് വരിക? ജിംനോസ്പേംസിലാണ് വരിക അല്ലെ. അപ്പൊ ഈ സൈക്കസിന്റെ റൂട്ടുമായിട്ട് സൈനോബാക്ടീരിയ, എസ്പെഷ്യലി നോസ്ട്രോകാനബീനൊക്കെ കാണിക്കുന്ന ആ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ത്? നമ്മൾ ഈ പറയുന്ന കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ പവിഴപ്പുറ്റുകൾ ഇതാ ഇതുപോലെ ഉണ്ടാകും, കോറൽസ് പോലെ കാണും. അതുകൊണ്ടാണ് അതിനെ കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു ജിംനോസ്പേം ഉണ്ട്, പൈനസ്. പൈനസിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു ഫംഗസ് ആണ്. അത് ബിലോങ്സ് ടു ദ ജീനസ് ഗ്ലോമസ്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഗ്ലോമസ് എന്ന ജീനസിൽ പെട്ട ഫംഗസുമായിട്ട് പൈനസിന്റെ റൂട്ട് എന്ത് കാണിക്കുന്നു? സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നു. എന്തിനാണ്? നമ്മുടെ ഈ സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഫോസ്ഫറസ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈനസിന്റെ റൂട്ട് ഹെയർസ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് നമുക്കറിയാം റൂട്ട് ഹെയർസ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ സർഫേസ് ഏരിയ കുറയും, അതിന് മണ്ണിലോട്ട് അധികം സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടത്ര മിനറൽസ് ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നേരം വെച്ച് നമുക്കറിയാം ഫംഗസിന് എന്തുണ്ട്? ഹൈഫി ഉണ്ട് അല്ലെ. അപ്പൊ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് വാട്ടർ ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് പ്ലാന്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഏത് മിനറൽ ആണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം പ്രിഡോമിനന്റ്ലി ഫോസ്ഫറസ് ആണെന്ന്. അത് പൈനസിന്റെ കാര്യത്തിൽ. അപ്പൊ പൈനസിന്റെ കാര്യത്തിൽ മൈക്കോറൈസ് ഓർത്ത് വെക്കുക, സൈക്കസിന്റെ കാര്യത്തിൽ കോറലോയിഡ് റൂട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. എംബ്രിയോ ഇൻ ജിംനോസ്പേം ഡെവലപ്സ് ഇൻസൈഡ് ദ സീഡ്. ഒരു സംശയമില്ല, സീഡിന്റെ ഉള്ളിൽ തന്നെയാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ജിംനോസ്പേമിൽ ഓവ്യൂൾ ഡെവലപ്സ് ഇൻടു സീഡ്സ്, എന്നിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആവുന്നു. ആൻഡ് എംബ്രിയോ ഇസ് വെൽ പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സീഡ്. ഒരു സംശയമില്ല, അതും കറക്റ്റ് ആണ്. ഫ്യൂണേറിയ ബിലോങ്സ് ടു ലിവർ വേർഡ്സ്. കിട്ടിയില്ലേ? ലിവർ വേർഡ്സിൽ നമ്മൾ ആകെ ഒരു എക്സാമ്പിളേ പഠിച്ചിട്ടുള്ളൂ. അതെന്താണ് മക്കളെ? മെർക്കാൻഷ്യ ആണ്. അപ്പോ ലിവർ വേർഡില് മെർക്കാൻഷ്യ ഉള്ളൂ. ഫ്യൂണേറിയ എന്താണ്? SPF, മോസ് ആണ് അല്ലെ. സോ ദിസ് ഈസ് ഫാൾസ്. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 4 അല്ലെ. ട്രൂ 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 ഫാൾസ്. നെക്സ്റ്റ്, സൈഗോട്ടിക് മിയോസിസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ്. എന്താണ് സൈഗോട്ടിക് മിയോസിസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ സൈഗോട്ടിക് മിയോസിസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫംഗസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ സെക്ഷൽ സൈക്കിളിൽ 3 കാര്യങ്ങൾ നടക്കും. ഒന്ന് പ്ലാസ്മോഗമി, പിന്നെ കാരിയോഗമി, പിന്നെ മിയോസിസ് ഇൻ സൈഗോട്ട്. ഓർമ്മയില്ലേ? അതേപോലെ സൈഗോട്ടിക് മിയോസിസ് എവിടെ നടക്കും? ആൽഗേ ദാറ്റ് എക്സിബിറ്റ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്ലാന്റിന്റെ ഗാമറ്റോഫിറ്റിക് സ്റ്റേജ് ആണ് ഗ്രീന്, ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്, ഫോർ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം ഉള്ളതെങ്കിൽ ആ ഒരു പ്ലാന്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രീൻ ആൽഗെ, ഫോർ എക്സാമ്പിൾ സ്പൈറോഗൈറ, ക്ലാമിഡോമോണാസ്, വോൾവോക്സ് ഒക്കെയാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അവർക്ക്
മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണല്ലോ. അപ്പൊ ഗാമറ്റോഫൈറ്റിലെ ഗാമേറ്റ്സ് ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ടിലാണ് മിയോസിസ് നടന്നിട്ട് സ്പോറുകൾ ഉണ്ടാവുന്നത്. ഈ സ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും ഗാമറ്റോഫൈറ്റ് ആവുന്നു. എന്ന് വെച്ചാൽ ഇവിടെ സൈഗോട്ട് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇറ്റ് റെപ്രസെന്റ്സ് സ്പോറോഫൈറ്റ്. അപ്പൊ അങ്ങനെയും എക്സാമിന് ചോദ്യം ചോദിക്കാം. സിംഗിൾ സെൽഡ് സ്പോറോഫൈറ്റ് ഇൻ ഗ്രീൻ ആൽഗെ ആരാണ്? സൈഗോട്ടാണ്. സൈഗോട്ട് സിംഗിൾ സെല്ലാന്ന് അറിയാലോ. ആ സിംഗിൾ സെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പോറോഫൈറ്റ് എന്ന് വിളിക്കാം. ആരുടെ കാര്യത്തില്? ഗ്രീൻ ആൽഗെ ദാറ്റ് എക്സിബിറ്റ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഓക്കെ, ഇതാ മക്കൾ ഈ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കിക്കേ. നോർമൽ കേസ് ആദ്യം പറയാം, എന്നിട്ട് പിന്നെ നമുക്ക് സൈഗോട്ടിക് മിയോസിസിലേക്ക് പോവാം. നോർമലി എന്താ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട് അല്ലെ. ഗാമറ്റോഫിറ്റിക് സ്റ്റേജ് ഉണ്ട്, സ്പോറോഫിറ്റിക് സ്റ്റേജ് ഉണ്ട്. അത് ചിലതിൽ ഗാമറ്റോഫൈറ്റ് ആയിരിക്കും ഡോമിനന്റ്, ചിലതിൽ സ്പോറോഫൈറ്റ് ആയിരിക്കും ഡോമിനന്റ്, ചിലതിൽ എന്തായിരിക്കും ഇന്റർമീഡിയറ്റ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരുണ്ട്. ഓക്കെ, എന്തായാലും ഈ രണ്ട് സ്റ്റേജസും ഉണ്ടല്ലോ. അപ്പൊ നോക്ക്, ഗാമറ്റോഫൈറ്റ് മൈറ്റോസിസ് വഴി ഗമേറ്റ്സ് ഉണ്ടാക്കുന്നു. അത് ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് നോർമലി മൈറ്റോസിസ് വഴി സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. നമ്മളിപ്പോൾ പഠിച്ചു ബ്രയോഫൈറ്റിൽ അല്ലെ. സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്നിട്ട് സ്പോർ ഉണ്ടാക്കുന്നു. ഈ സ്പോർ വീണ്ടും മൈറ്റോസിസ് വഴി ഗാമറ്റോഫൈറ്റ് ആവുന്നു. ഇങ്ങനെയാണ് സാധാരണ എല്ലാ പ്ലാന്റ്സിലും ആൽഗയിലൊക്കെ നടക്കുന്നത്. പക്ഷെ ഗ്രീൻ ആൽഗെ, അതായത് സ്പൈറോഗൈറ, ക്ലാമിഡോമോണാസ്, വോൾവോക്സിലൊക്കെ ഈ ഒരു സംഭവം ഇല്ല. മറിച്ച് സൈഗോട്ടിന് ഡയറക്റ്റ് ആയിട്ട് മിയോസിസ് സംഭവിക്കുകയാണ്. എന്നിട്ട് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്പോർ മൈറ്റോട്ടിക്കലി എന്തായിട്ട് മാറുകയാണ്? ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ സൈഗോട്ടിനെ എന്താ മക്കളെ വിളിക്കുക? സിംഗിൾ സെൽഡ് സ്പോറോഫൈറ്റ്. അപ്പൊ ആൽഗയുടെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ആരെയാണ്? സൈഗോട്ടിനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടീച്ചർ ഈ ഗ്രീൻ ആൽഗയെന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? കെൽപ്സ് ബ്രൗൺ ആൽഗെ, എക്ടോകാർപ്പസ് ബ്രൗൺ ആൽഗെ, പോളിസിഫോണിയ റെഡ് ആൽഗെ, അവർ എക്സിബിറ്റ് ചെയ്യുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഇത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നവരാണ് സൈഗോട്ടിക് മിയോസിസ് കാണിക്കുക. അതേപോലെ ഫ്യൂക്കസ് ആണെങ്കിൽ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെന്നും ഓർത്ത് വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ഏതിനെയാ നോക്കേണ്ടത്? ഗ്രീൻ ആൽഗേനെ അല്ലേ? നോക്കാം. ഫ്യൂക്കസ് ആവോ? ഇല്ല. കാരണം എന്താ? ഫ്യൂക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രൗൺ ആൽഗയാണ്. സ്പൈറോഗൈറ എന്താണ്? ഗ്രീൻ ആൽഗയാണ്. അതേപോലെ ഫേൺ എന്താ മക്കളെ? ഫേൺ എന്ന് പറയുന്നത് ഒരു ടെറിഡോഫൈറ്റ് ആണ്, സംശയമില്ല. ഇനി ഫ്യൂണേറിയ എന്ന് പറയുന്നതോ ഒരു മോസ് ആണ്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? ആൻസർ എന്താ വരിക? സ്പൈറോഗൈറ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the term with its significance. റൈസോയിഡ്സ്. ഈ റൈസോയിഡ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമുക്കറിയാം, അത് നമ്മുടെ മണ്ണിനോട് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള സ്ട്രക്ചർ ആണ് അല്ലെ. അത് കാണുന്നത് ബ്രയോഫൈറ്റ്സിലാണ്. ബ്രയോഫൈറ്റ്സിൽ ലിവർ വേർഡ്സ്, അതായത് മെർക്കാൻഷ്യന്റെ റൈസോയിഡ് എന്ന് പറയുന്നത് അൺബ്രാഞ്ചഡ് ആണ്, യൂണിസെല്ലുലാർ ആണ്. അതേ സമയത്ത് മോസസിന്റെ എക്സാമ്പിൾ ആയ നമ്മൾ പഠിച്ചില്ലേ SPF, സ്പാഗ്നം, പോളിട്രൈക്കം, ഫ്യൂണേറിയ, ഇവർക്കൊക്കെ റൈസോയിഡ്സ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, ബ്രാഞ്ചഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും സംഭവം ആൻകറേജ്, ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാന്നുള്ളത് കാര്യം അറിയാലോ. സോ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണേ, റൈസോയിഡ്സ് എന്ന് പറയുന്നത് ആൻകറിങ്ങിന് വേണ്ടിയിട്ട്. സൈലം പിന്നെ നമുക്കറിയാലോ വാട്ടർ കണ്ടക്ഷൻ. ആർക്കിഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ. സ്ട്രോബൈലി എന്ന് പറയുന്നത് എന്താ? കോമ്പാക്ട് സ്പോറോഫിൽസ് ആണ്. ഹെറ്ററോസ്പോറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു സീഡ് ഹാബിറ്റിന്റെ പ്രതീകമാണ് അല്ലെ. അപ്പൊ ഇവിടെ സ്ട്രോബൈലി എന്ന് പറഞ്ഞ ടേം എന്താണ്? സ്ട്രോബൈലി എന്ന് പറഞ്ഞാൽ ഇതാ ആൻസർ കൊടുത്തിട്ടുണ്ട്. സ്പോറോഫിൽ കോമ്പാക്ട് ആയിട്ട് ചിലതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഏതിലൊക്കെ? പൈനസിലാണെങ്കിൽ മക്കളെ നമുക്ക് മെയിൽ കോൺ എന്ന് പറയാം, ഫീമെയിൽ കോൺ എന്ന് പറയാം. എന്നാൽ സൈക്കസിലാണെങ്കിൽ മെയിൽ കോൺ എന്നേ പറയാൻ പറ്റും, ഫീമെയിൽ കോണല്ല. ഫീമെയിൽ എന്ന് പറയുന്നത് മെഗാസ്പോറോഫില്ലാണ്, അത് ലാക്സ് എന്നാണ് പറയാ. അവിടെ കോൺ ആയിട്ടല്ല നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ടാവണേ, പൈനസിൽ മെയിലും ഫീമെയിലും കോണാണ്, ടെറിഡോഫൈറ്റ്സിലും കോണാണ്. എന്നാൽ സൈക്കസിനെ സംബന്ധിച്ചിടത്തോളം മെയില് മാത്രമാണ് കോണ്, ഫീമെയില് ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനാൽ ലാക്സ് എന്നാണ് പറയാം. ഓക്കെ, സോ ഇവിടെ എന്താ മക്കളെ എന്താണ് വരിക? ആൻസർ വരിക പറഞ്ഞോ. റൈസോയിഡ്സ് ആൻകറിങ്, അതായത് A,
2 വരണം. A2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ, നോക്കാം. പിന്നെ B1 വരണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 4 A2, B1, C3, D4 and E5. ക്ലിയർ അല്ലേ കുട്ടികളെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ ഓഡ് വൺ ഔട്ട്. സൈക്കസ് ഡൈഷ്യസ്, ശരിയല്ലേ? ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഡിഫറെന്റ് പ്ലാന്റ്സിലാണെങ്കിൽ അല്ലെ ഡിഫറെന്റ് ഓർഗാനിസത്തിലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഡൈഷ്യസ് എന്നാണ് പറയാ അല്ലെ. അപ്പോ സൈക്കസിന്റെ കാര്യത്തിൽ മെയിൽ വേറെ പ്ലാന്റ് ആണ്, ഫീമെയിൽ വേറെ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഡൈഷ്യസ് എന്ന് പറഞ്ഞത് ശരിയാണ്. സാൽവീനിയ ഹെട്രോസ്പോറസ്, ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടല്ലോ ടെറിഡോഫൈറ്റ്സിൽ ഹെട്രോസ്പോറസ് ആയിട്ട് നമുക്ക് 2 എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്, സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. അപ്പം അതും കറക്റ്റ് ആണ്. ഇക്വസിറ്റം ഹോമോസ്പോറസ്, ശരിയാണ്. മെജോറിറ്റി ഓഫ് ദ ടെറിഡോഫൈറ്റ്സും എന്താണ്? അത് വരെ പ്രിഡോമിനന്റ്ലി എന്താണ്? ഹോമോസ്പോറസ് ആണ്. അപ്പൊ ഇക്വസിറ്റം ഹോസ്റ്റൈൽ അതെന്താണ്? ഹോമോസ്പോറസ് ആണ്, ഒരു സംശയമില്ല. പൈനസ് എന്ന് പറയുന്നത് ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. പൈനസ് എന്ന് പറഞ്ഞാൽ മൊണീഷ്യസ് ആണ്. മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ കോണും ഫീമെയിൽ കോണും സെയിം പ്ലാന്റ് തന്നെയാണ് കാണുന്നത്. വേറെ എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമ്മൾ സൈക്കസും പൈനസും തമ്മിൽ പഠിച്ചത്? ടീച്ചർ പറയട്ടെ, നിങ്ങൾ ഇത് കോളം, ഒരു ടാബുലർ കോളം ഉണ്ടാക്കിയിട്ട് പഠിച്ചോളൂ കേട്ടോ. അതായത് പൈനസ് എന്ന് പറയും ഒന്നാമത്തെ ഡിഫറൻസ് തന്നെ ഇതാണ്, മൊണീഷ്യസ് ആണ്. സൈക്കസ് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ്, പൈനസ് എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ആണ്, എന്നാൽ സൈക്കസ് എന്ന് പറയുന്നതോ അൺബ്രാഞ്ചഡ് ആണ്. പിന്നെ പൈനസിൽ എന്താ ഫോം ചെയ്യുക? മൈക്കോറൈസയാണ്. സൈക്കസിൽ എന്താ ഫോം ചെയ്യുക? കോറലോയിഡ് റൂട്ട്സ് ആണ് അല്ലെ. പിന്നെ പൈനസിൽ സിമ്പിൾ ലീഫാണ്, എന്നാൽ സൈക്കസിലോ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. ഓക്കെ, അപ്പോൾ ഈ വക ഡിഫറൻസസ്. പിന്നെ കോണിന്റെ കാര്യവും പറഞ്ഞു. പൈനസിന്റെ മെയിലും ഫീമെയിലും കോണാണ്, സൈക്കസിലാണെങ്കിലോ മെയിൽ കോണും ഫീമെയിൽ ലാക്സും ആണ്. അപ്പൊ ഇത് മക്കള് ഒരു ടാബുലർ കോളം പോലെ ഉണ്ടാക്കിയിട്ട് ആ 2 ഡിഫറൻസസും പഠിച്ചേക്കണം കേട്ടോ. ശരി, സോ ഇവിടെ ഓപ്ഷൻ 4. ഓക്കെ, ദാ പൈനസ് കണ്ടോ, മെയിലും ഫീമെയിലും സെയിമിൽ തന്നെ ഉണ്ടാവാം. മൊണീഷ്യസ്, കോണിഫേഴ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, നീഡിൽ ലൈക്ക് ലീഫ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, കോണിഫേഴ്സിന്റെ അഡാപ്റ്റേഷൻ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. വോൾവോക്സ് ഇസ് കൊളോണിയൽ ആയിക്കോട്ടെ, ആൻഡ് യൂലോത്രിക്സ് ഇസ് ഫിലമെന്റസ്, ശരിയല്ലേ? വോൾവോക്സ് എന്ന് പറയുന്നത് കൊളോണിയൽ ഗ്രീൻ ആൽഗയും പിന്നെ യൂലോത്രിക്സ് തീർച്ചയായിട്ടും എന്താണ്? ഫിലമെന്റസ് ആണ്. കാര ആൻഡ് സർഗാസം ആർ മെമ്പേഴ്സ് ഓഫ് ഫയോഫൈസി. ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? എന്താ അതിപ്പോ? ഒരുപാട് ആൽഗി ഉണ്ട്. ഇതിൽ ഏതാ ഗ്രീൻ, ഏതാണ് റെഡ്, ഏതാ ബ്രൗൺ എന്നൊക്കെ എങ്ങനെയാ ഓർമ്മിക്കുക? ടീച്ചർ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം, അതുപോലെ മക്കൾ അങ്ങോട്ട് പഠിച്ചാൽ മതി. അപ്പൊ തന്നെ ആൽഗയെ കാണുമ്പോൾ അത് ഗ്രീൻ ആണോ റെഡ് ആണോ ബ്രൗൺ ആണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കോ, അതായത് നമ്മുടെ ഒന്നാമത്തെ ആളാരാ? ഗ്രീൻ ആൽഗി അല്ലേ? ടീച്ചർ ഒരു ഗ്രീൻ കളർ കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു ഡാർക്ക് ഗ്രീന് വേണ്ടടാ. ശരി, ഓക്കെ, യെസ്, ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗേന്റെ പേര് നമുക്കറിയാം, ക്ലോറോഫൈസിയാണ്. ഇനി ഗ്രീൻ ആൽഗയിൽ ആരൊക്കെയാണ് വരിക? നിങ്ങളൊരു പച്ച കളർ SUV ഓർമ്മിക്കുക. ഓക്കെ, ഒരു പച്ച കളർ SUV, അതിൽ സഞ്ചരിക്കുന്ന 4 പേരും എന്താണ്? സി 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 സി. 4 പേരും സിയാ. എന്താ ടീച്ചർ പറഞ്ഞ? ഗ്രീൻ കളർ SUV ഓർമ്മിക്കുക, അതിൽ ട്രാവൽ ചെയ്യുന്ന 4 പേരും സി ആണ്. പിന്നെ ഒരു ഈനെയും കൂടി വെച്ചേക്കാം. നൈസോഗാമസ് എക്സാമ്പിൾ ആണ്. കിട്ടിയോ? യൂഡോറിന. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും ആരൊക്കെയാ? നിങ്ങൾ പറയണേ മിസ്സിന്റെ കൂടെ തന്നെ. എസ് എന്താ? സ്പൈറോഗൈറ അല്ലേ? പിന്നെയോ യൂലോത്രിക്സ്, പിന്നെ വോൾവോക്സ്. ദെൻ 4 സി ഉണ്ട്, പറഞ്ഞോ. യെസ്, പറ. കാര വരും, പിന്നെ ക്ലൂറെല്ല വരും, പിന്നെ ക്ലാഡോഫോറ വരും. ക്ലാഡോഫോറനെ ഓർമ്മയുണ്ടോ മക്കളെ? നമ്മളെ TW എംഗൽമാന്റെ എക്സ്പെരിമെന്റൽ പ്ലാന്റ് ഓർമ്മയില്ലേ? ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഒക്കെ കണ്ടുപിടിച്ചേ. യെസ്. പിന്നെയോ
ക്ലാമൈഡോമോണാസ്. 4 CU ആയില്ലേ? പിന്നെ നമ്മുടെ നൈസോഗ്യാമസിന് എക്സാമ്പിൾ ആയിട്ടുള്ള യൂഡോറിന. ഇവരൊക്കെ എന്താണ്? ഗ്രീൻ ആൽഗയാണ്. ഇനി അടുത്ത നമുക്ക് ബ്രൗൺ ആൽഗെ നോക്കാം. ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗെ സിമ്പിളാ മക്കളെ. ഇതാ ഇത് ഓർമ്മിച്ചാൽ മതി. സെൽഫ് ഡീകെ. സെൽഫ് ഡീകെ. എന്താണ് സെൽഫ്? സർഗാസം, പിന്നെ എക്ടോകാർപ്പസ്, then ലാമിനാരിയ, പിന്നെ ഫ്യൂക്കസ്, then ഡിക്ടിയോട്ട. പിന്നെ മാസീവ് ബോഡി ഫോംസ് നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് കെൽപ്സ്. എന്നാലും കെൽപ്സ് കണ്ടാലും ബ്രൗൺ ആൽഗെ എന്ന് ഓർമ്മ വരണം. അതുകൊണ്ടാണ് ടീച്ചർ ഡി കെ എന്ന് കൂടെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ? സെൽഫ് ഡി കെ. ഇനി മൂന്നാമത്തെ ആളാരാ? റെഡ് ആൽഗെ. റെഡ് ആൽഗെ പിന്നെ അതിലും സിമ്പിൾ ആണ്. ആകെ 4 പേരല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ. പി പി ജി ജി. പി പി ജി ജി എളുപ്പല്ലേ? എന്തൊക്കെയാത്? പോർഫൈറ, പിന്നെയോ പോളിസിഫോണിയ, പിന്നെ ജെലീഡിയം, പിന്നെ ഗ്രാസിലേറിയ. ഓക്കെ, എല്ലാ ആൽഗയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മക്കള് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. അപ്പൊ ഏത് ആൽഗയെന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മളോട് ഇപ്പൊ സ്റ്റോർഡ് ഫുഡ് ചോദിച്ചാലും ശരി, പിന്നെ ഫ്ലച്ചെല്ലാറിന്റെ പൊസിഷൻ ചോദിച്ചാലും ശരി, നമ്പർ ചോദിച്ചാലും ശരി, അല്ലെ, സെൽവോൾ കോമ്പോസിഷൻ ചോദിച്ചാലും ശരി, എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഏത് ആൽഗയാണെന്ന് ഓർമ്മയുണ്ടാവണം. ഓക്കെ, അപ്പൊ ഈ ഒരു കോഡ് വെച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നോക്കട്ടെ. വോൾവോക്സ് കൊളോണിയൽ ആണ്. യൂലോത്രിക്സിസ് ഫിലമെന്റസ്. കറക്റ്റ്, ഒരു സംശയമില്ല. കാര ആൻഡ് സർഗാസം ആർ മെമ്പേഴ്സ് ഓഫ് ഫയോഫൈസിയ. തെറ്റാണ്. കാരണം കാര സി അതെന്താണ്? ഗ്രീൻ ആൽഗയാണ്. സർഗാസമാണ് ബ്രൗൺ ആൽഗെ. സോ ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. 3 അഗാർ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. കറക്റ്റ് ആണ്. ലാമിനാരിയ ഷോസ് ഗ്രേറ്റ് ബോഡി ഡിഫറൻസിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡ് ആൽഗെ ആണ് എന്ത്? നന്നായിട്ട് അഡ്വാൻസ്ഡ് ഫോമിലുള്ളത്. നല്ല ബോഡി ഡിഫറൻസിയേഷൻ ഒക്കെ കാണിച്ചിരിക്കുന്ന ആരാണ്? റെഡ് ആൽഗെ ആണ്. അപ്പൊ ലാമിനാരിയ എന്ന് പറയുന്നത് എന്താണ്? ലാമിനാരിയ എന്താണ്? ബ്രൗൺ ആൽഗെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. വോൾവോക്സ് ഇസ് കൊളോണിയൽ വൈൽ യൂലോത്രിക്സ് ഇസ് ഫിലമെന്റസ്. ശരിയാണോ? നമുക്കറിയാം വോൾവോക്സ് എന്ന് പറയുന്നത് കൊളോണിയൽ ഗ്രീൻ ആൽഗെ ആണ്. ഒരു സംശയമില്ല. അപ്പൊ അത് കറക്റ്റ് ആണ്. യൂലോത്രിക്സ് ഫിലമെന്റസ് ആണ്. അതും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. കാര, സർഗാസം ആർ മെമ്പേഴ്സ് ഓഫ് ഫയോഫൈസിയെ. ഓർമ്മയുണ്ടോ? ഫയോഫൈസിയയിൽ ആരൊക്കെയാ വരിക എന്നൊക്കെ ഓർമ്മയുണ്ടോ? നമുക്ക് പഠിക്കാം കേട്ടോ. അതായത് കാര ആൻഡ് സർഗാസം ആർ ദ മെമ്പേഴ്സ് ഓഫ് ഫയോഫൈസിയ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കാരണം കാര എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ ആൽഗയും സർഗാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രൗൺ ആൽഗയും ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ, അഗാർ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ദാറ്റ് ഈസ് കറക്റ്റ്. ലാമിനാരിയ ഷോസ് ഗ്രേറ്റ് ബോഡി ഡിഫറൻസിയേഷൻ. അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി ഓൺലി ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ടീച്ചർ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ ആൽഗകൾ ഓർത്തെടുക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മക്കൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. അതായത് ആദ്യത്തെ ഇപ്പൊ ഗ്രീൻ ആൽഗെ അല്ലെ. ഇപ്പൊ ഗ്രീൻ ആൽഗെ ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഗ്രീൻ ആൽഗെ ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പച്ച കളർ SUV ഓർമ്മിച്ചു വെക്കാം. SUV-യിൽ 4 യാത്രക്കാരുണ്ട്. 4 പേരും സി 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 സി, ഒരു ഇയും കൂടി ഉണ്ടെന്ന് ഓർമ്മിച്ചോ. ഓക്കെ, അതായത് ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞേ? SUV, അതിൽ 4 സി, പിന്നെ ഒരു ഇയും. ആരൊക്കെയാടാ വരിക? മക്കള് പറഞ്ഞോ ടീച്ചറുടെ കൂടെ. ഒന്നാമത്തത് സ്പൈറോ ഗൈറ, രണ്ടാമത്തത് യൂലോത്രിക്സ്, then വോൾവോക്സ്, then 4 സി. ഏതൊക്കെയാത്? ഒന്നാമത്തത് തന്നെ നമുക്ക് കാര എടുക്കാം.
പിന്നെ ക്ലോറല്ല, പിന്നെ ക്ലമൈഡോമോണാസ്. പിന്നെ അടുത്ത സി ഏതാടാ? ഓർമ്മിച്ച് നോക്ക്, ടീച്ചർ ഒരു ഹിന്റ് തരാം. നമ്മുടെ TW എങ്കിൾമാന്റെ ആക്ഷൻ സ്പെക്ട്രം കണ്ടുപിടിച്ച മനുഷ്യൻ അല്ലെ, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ പ്ലാന്റ് മെറ്റീരിയൽ എന്തായിരുന്നു? ക്ലാഡോഫോറ അല്ലെ? ഒരു മിനിറ്റ് മക്കളെ, സ്പെല്ലിംഗ് എന്താണ്? ക്ലാഡോഫോറ. ഇനി അവസാനത്തെ നമ്മള് എനൈസോഗാമസിന് എക്സാമ്പിൾ ആണ് യൂഡോറിനം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഗ്രീൻ ആൽഗയിൽ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബ്രൗൺ ആൽഗി നോക്കാം മക്കളെ. ബ്രൗൺ ആൽഗി എങ്ങനെയാ ഓർമ്മിക്കേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ബ്രൗൺ ആൽഗി എന്ന് പറയുമ്പോൾ സെൽഫ് ഡീകേ എന്ന് ഓർമ്മിച്ചാൽ മതി. എളുപ്പമല്ലേ? സെൽഫ് ഡീകേ. എന്തൊക്കെ വരും സെൽഫില്? സർഗാസം, പിന്നെ എക്ടോകാർപ്പസ്, പിന്നെ ലാമിനേറിയ, പിന്നെ ഫ്യൂക്കസ്, ഡിക്ടിയോട്ട. പിന്നെ മാസീവ് ബോഡി ഫോമിനെ ജനറലി റിപ്രസെന്റ് ചെയ്യുന്ന ഒരു പേരാണ് കെൽപ്സ്. എന്നാലും കെൽപ്സ് എന്ന് കേൾക്കുമ്പോൾ അത് ബ്രൗൺ ആൽഗിനോട് റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ കെൽപ്സ് എന്നും കൂടി എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആരാ ഉള്ളത്? റെഡ് ആൽഗി, അതായത് റോഡോഫൈസി അല്ലെ. റെഡ് ആൽഗി ഓർമ്മിക്കാൻ ഒന്നുമില്ല, PPGG ഓർമ്മയുണ്ടാവല്ലേ? നോക്കാം, പോർഫൈറ, പിന്നെ പോളിസിഫോണിയ, പിന്നെ ജെലീഡിയം, പിന്നെ ഗ്രേസിലേറിയ. ഓക്കെ, അപ്പൊ ഇത്രയും ആൽഗകളുടെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മക്കള് ഈ ഒരു കോഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ കുറച്ചും കൂടി വ്യക്തമായില്ലേ മക്കളെ? ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? കാരയും സർഗാസവും രണ്ടും ഫയോഫൈസി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ തെറ്റാണെന്ന്. കാര എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ആൽഗിയാണ്. സർഗാസം എന്ന് പറയുന്നതോ അത് ബ്രൗൺ ആൽഗിയാണ്. സോ ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ബി ഓൺലി. ഓക്കെ, so moving to the next question, which statements are correct regarding bryophyte? നോക്കാം, they are called amphibians of the plant kingdom. Correct. അത് ടെറിസ്ട്രിയൽ ആണെങ്കിലും അതിന് ഫെർട്ടിലൈസേഷൻ എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വാട്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത് ബ്രയോഫൈറ്റ്സിനെ? ആംഫിബിയൻ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. റൈസോയിഡ്സ് ആർ ആബ്സെന്റ് ഇൻ ബ്രയോഫൈറ്റ്സ്. ബെസ്റ്റ്. നമ്മൾ സമ്മതിക്കോ? ബ്രയോഫൈറ്റിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് മെർക്കാൻഷ്യ, അതായത് ലിവർ വേർഡ്സിലാണെങ്കിൽ യൂണിസെല്ലാർ അൺബ്രാഞ്ച്ഡ് റൈസോയിഡ്സ് ആണെങ്കിൽ നമ്മുടെ മോസസിൽ, അതായത് സ്പാഗനം, പോളിട്രൈക്കം, ഫ്യൂണേറിയ ഇവർക്കാണെങ്കിലോ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മൾട്ടി സെല്ലാർ റൈസോയിഡ്സ് ആണുള്ളത്. അപ്പൊ റൈസോയിഡ്സ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മോസസ് ഹാവ് എ പ്രോട്ടോണിമ സ്റ്റേജ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അത് ഉണ്ട്. ലിവർ വേർഡ്സ് കോമൺലി റീപ്രൊഡ്യൂസ് വെജിറ്റേറ്റീവ്ലി ബൈ ജെമ്മെ, അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ട് എടുക്കുക? എയും സിയും ഡിയും. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 2. നെക്സ്റ്റ്, അസർഷൻ റീസൺ, മോസസ് ഹെൽപ്പ് ഇൻ പ്രിവെന്റിംഗ് സോയിൽ ഇറോഷൻ. ശരിയാണ്. മോസസ് ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ സർഫേസ്, അതുകൊണ്ടാണല്ലോ അതിന് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. So both A and R are true and R is the correct explanation of assertion. So next question, consider the following statements. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. Bryophytes lack vascular tissues but possess multicellular sex organs. ശരിയല്ലേ? ഒരു മിനിറ്റ്. യെസ്, ശരിയാണ്. കാരണം ബ്രയോഫൈറ്റ്സ് നമുക്കറിയാം വാസ്കുലർ ടിഷ്യൂ ഇല്ല. വാസ്കുലർ ടിഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെറിഡോഫൈറ്റ് മുതലാണ്. പക്ഷേ അവർക്ക് മൾട്ടി സെല്ലാർ സെക്സ് ഓർഗൻസ് ഉണ്ട്. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീരിയവും ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ടെറിഡോഫൈറ്റ്സ് പോസസ് വാസ്കുലർ ടിഷ്യൂസ് ആൻഡ് ഡോമിനന്റ് സ്പോറോഫൈറ്റ്, അതും കറക്റ്റ് ആണ്. ടെറിഡോഫൈറ്റ്സിന് വാസ്കുലർ ടിഷ്യൂ ഉണ്ട്, അതിന്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡ്സ് ആൻഡ് ഹാപ്ലോയിഡ് എൻഡോസ്പേംസ്. ഇത് വായിക്കും ചെറിയൊരു ബുദ്ധിമുട്ട് ചിലർക്കെങ്കിലും ഇല്ലാതിരിക്കില്ല. കാരണം അവരുടെ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ?
എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ ട്രിപ്ലോയിഡ് ആണ്. എന്നാൽ മക്കൾ മനസ്സിലാക്കണം, ട്രിപ്ലോയിഡ് എൻഡോസ്പേം എന്ന് പറയുന്നത് ആൻജിയോസ്പേമിന്റെ പ്രത്യേകതയാണ്. കാരണം ആൻജിയോസ്പേമില് എൻഡോസ്പേം ഈസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ട്രിപ്പിൾ ഫ്യൂഷന്റെ പ്രൊഡക്റ്റ് ആണ് എന്ത്, എൻഡോസ്പേം എന്ന് പറയുന്നത്. എന്നാൽ ജിംനോസ്പേമിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഡയറക്റ്റ് ആയിട്ട് എന്തും ആയിട്ട് മാറുകയാണ്, എൻഡോസ്പേം ആയിട്ട് മാറുകയാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. സോ എൻഡോസ്പേം ഇൻ ജിംനോസ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, അതിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. റോഡോഫൈസിയെ പോസസ് ഫൈക്കോഎറിത്രിൻ ആൻഡ് സ്റ്റോർ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഉറപ്പാണ്. ബ്രൗൺ ആൽഗെ സ്റ്റോർ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അതും കറക്റ്റ് ആണ്. ഹെറ്ററോസ്പോറി ഈസ് ഒബ്സർവ്ഡ് ഇൻ ഓൾ ടെറിഡോഫൈറ്റ്സ്. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി എന്താണ്, ഹോമോസ്പോറസ് ആണ്. ഹെട്രോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്ന 2 എക്സാമ്പിളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് ഒന്ന് സാൽവീനിയ, പിന്നെ സെലാജിനല്ല. സോ എല്ലാവരും ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ദിസ് ഇസ് ദ റോങ് ഓപ്ഷൻ. അപ്പൊ എന്താ വേണ്ടത് ഇതില്? ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്ന് കൗണ്ട് ചെയ്തോ മക്കളെ. 1 2 3 4 5. 5 എണ്ണം കറക്റ്റ് ആണ്. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 3. Next, among the following statement, which one is incorrect? Red algae usually occur in well-lighted region close to the surface of water and at great depth in the ocean. ആഴക്കടലിലും നമ്മൾ കാണുന്ന ആൽഗി എന്ന് പറയുന്നത് റെഡ് ആൽഗി ആണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ, അതിന്റെ ഒരു പ്രത്യേകതരം പിഗ്മെന്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. ആ പിഗ്മെന്റ് ഏതാണ്? ആർ ഫൈക്കോ എറിത്രിൻ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. ബ്രൗൺ ആൽഗെ പോസസ് ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്, ഫ്യൂക്കോസാൻതിൻ ഉണ്ട്. കറക്റ്റ് ആണ്. ഗ്രീൻ ആൽഗെ ജനറലി ഹാവ് എ റിജിഡ് സെൽ വാൾ കമ്പോസ്ഡ് മെയിൻലി ഓഫ് സെല്ലുലോസ്. അതും കറക്റ്റ് ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇസ് റിസർവ് ഫുഡ് ഇൻ ഫയോഫൈസി. അല്ല, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസി ആണ്. കാരണം ഫയോഫൈസിന്റെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് മാനിറ്റോളും ലാമിനാരിനും ആണെന്ന് നമുക്കൊക്കെ അറിയാം. സോ ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ വിച്ച് വൺ ഇസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ വി വിൽ ഗോ ഫോർ option 4. Next, select the correct statement regarding gymnosperm. Male and female gametophytes do not have an independent free living existence. ശരിയല്ലടാ. കാരണം മെയിൽ ഗാമറ്റോഫൈറ്റ് ആയാലും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയാലും അത് രണ്ടും റീറ്റെയിൻഡ് വിത്തിൻ ദ സ്പൊറാഞ്ചിയം ആണ്, അല്ലെ? അതായത് ദേ ആർ വിത്തിൻ ദ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. സോ അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല. So this is a correct statement. Ovules are enclosed within the ovary walls എന്ന് പറഞ്ഞാൽ ശരിയാണോ? നമ്മൾ നേക്കഡ് സീഡഡ് പ്ലാന്റ് എന്നല്ലേ ജിംനോസ്പേമിനെ വിളിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ ഓവറി വാൾ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ മക്കളെ? അല്ലേ? മനസ്സിലാവുന്നില്ലേ? മൂന്നാമത്തെ നോക്ക്. ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോറസ്. ഒരു സംശയമില്ല, എല്ലാ ജിംനോസ്പേംസും എല്ലാ ആൻജിയോസ്പേംസും എന്താണ്? ഹെട്രോസ്പോറസ് ആണ്. ദിസ് വൺ ഇസ് കറക്റ്റ്. ആർക്കിഗോണിയം ആർ ആബ്സെന്റ് ഇൻ ജിംനോസ്പേം. ആണോ? നമുക്കറിയാം ആർക്കിഗോണിയം ആർക്കൊക്കെ ഉണ്ട്? ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേം. അപ്പോ ആർക്കിഗോണിയം ആബ്സെന്റ് ആർക്കൊക്കെയാ? ആൽഗേക്കും ആൻജിയോസ്പേമിനും. ആൽഗയിലും ആൻജിയോസ്പേമിനും ആർക്കിഗോണിയം ആബ്സെന്റ് ആണ്. ബ്രയോഫൈറ്റ്സിനും ടെറിഡോഫൈറ്റ്സിനും ജിംനോസ്പേംസിനും ആർക്കിഗോണിയം പ്രസന്റ് ആണ്. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനല്ലേ? then we will go for A and C. Okay, easy. Next question. Which of the following plants are true for pteridophytes? They are seed producing vascular plants. വളരെ ശ്രദ്ധിച്ച് സ്റ്റേറ്റ്മെന്റ് വായിക്കണം. seed producing vascular plants. vascular plants എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. കാരണം ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് പ്രോസസിങ് വാസ്കുലർ ടിഷ്യൂസ് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാ? ടെറിഡോഫൈറ്റ് ആണ്. പക്ഷേ സീഡ് പ്രൊഡ്യൂസിംഗ് എന്ന് പറയാൻ പറ്റുമോ മക്കളെ? ടീച്ചർ ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫെനറോഗാംസ്, സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ജിംനോസ്പേംസിനെയും ആൻജിയോസ്പേംസിനെയും മാത്രമല്ലേ മക്കളെ? ബാക്കി എല്ലാവരും എന്താണ്? ക്രിപ്റ്റോഗാംസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സീഡ്സ് ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനും മാത്രമേ പറ്റുള്ളൂ. അപ്പോ ക്രിപ്റ്റോഗാമിൽ വരുന്ന ടെറിഡോഫൈറ്റിനെ സീഡ് പ്രൊഡ്യൂസിംഗ് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ഇല്ല. സോ ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ,
അടുത്ത മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. നോ ഡൗട്ട്. Prothallus represents the gametophyte. Very true. They exhibit embryo formation after fertilization. This is also correct. കാരണം എന്താ, ഇവരൊക്കെ എംബ്രിയോഫൈറ്റ്സ് ആണ്. സൈഗോട്ടിന് മൈറ്റോസിസ് ആണ് സംഭവിക്കുന്നത്. സൈഗോട്ടിന് മിയോസിസ് സംഭവിച്ചത് ആർക്ക് മാത്രം? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന ഗ്രീൻ ആൽഗയ്ക്ക് മാത്രമാണ്. ഇവർക്കൊക്കെ സൈഗോട്ടിന് മൈറ്റോസിസ് ആണ്, എംബ്രിയോ ഫോർമേഷൻ ഉണ്ട്. ദേ ആർ ഓൾ എംബ്രിയോഫൈറ്റ്സ്. അപ്പോൾ ഇവിടെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ബിയും സിയും ഡിയും എടുക്കാം. ഓക്കെ. വിച്ച് ആൽഗെ ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് യൂസ്ഡ് ആസ് സ്പേസ് ഫുഡ്? അറിയാലോ, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ക്ലോറല്ല. എന്നാൽ ഇത് കുറച്ച് ട്രിക്കി ആയിട്ട് കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ചോദ്യം ടീച്ചർ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ആൻസർ എനിക്ക് കമന്റ് ബോക്സിൽ തരണം. റെഡി അല്ലേ? ടീച്ചർ ക്വസ്റ്റ്യൻ പറയട്ടെ, എനിക്ക് ആൻസർ കമന്റ് ബോക്സിൽ ഇടണേ. ക്വസ്റ്റ്യൻ ഇസ്, among the given examples, which algae is used as a protein supplement by space travelers? Okay. Option A, spirulina. Option B, chlorella. Option C, spirogyra. Option D, both A and B. ഓക്കെ. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കും കേട്ടോ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടുക. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the following statements regarding the members of the plant kingdom. In bryophytes, the dominant plant body is gametophyte and the sporophyte remains attached to the gametophyte. Correct. In pteridophyte, vascular tissues are absent and fertilization is independent of water. That gymnosperm possess naked ovules and seeds are not enclosed within fruits. Correct. Angiosperms, double fertilization results in the formation of both zygote and endosperm. Correct. Brown algae reserve food mainly as starch and possess chlorophyll A and chlorophyll B only. That. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? which of the following statements are correct ആണ് അല്ലേ? കറക്റ്റ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? എയും സിയും ഡിയും. സോ ഓപ്ഷൻ 1. Next question. Which group represent the first terrestrial plants? ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താ പറയോ, ഈ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് എന്നൊക്കെ കണ്ടാൽ ഉടനെ തന്നെ മനസ്സിലോട് എത്തുക ടെറിഡോഫൈറ്റ. കാരണം മെൻസിയാട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫസ്റ്റ് വാസ്കുലാർ ടെറസ്ട്രിയൽ പ്ലാന്റ്. ആ വാസ്കുലാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ടെറസ്ട്രിയൽ പ്ലാന്റ് ഫസ്റ്റ്. അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് ചാടി വീഴരുത്. വാസ്കുലാർ ടെറസ്ട്രിയൽ പ്ലാന്റ് ഫസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ടെറിഡോഫൈറ്റ് ആണ്. വെറും ടെറസ്ട്രിയൽ പ്ലാന്റ് ഏതാണ് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് ബ്രയോഫൈറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പാനിയൻ സെൽസ് ആർ ആബ്സെന്റ് ഇൻ ജിംനോസ്പേംസ്. ശരിയല്ലേ? ജിംനോസ്പേംസിൽ കമ്പാനിയൻ സെൽസ് അല്ല ഉള്ളത്, മറിച്ച് എന്താ ഉള്ളത്? ആൽബുമിനസ് സെൽസ് ആണ് ഉള്ളത്. Gymnosperms possess sieve tubes and companion cells like angiosperms. ആണോ? കമ്പാനിയൻ സെൽസും സീവ് ട്യൂബ്സും ഫ്ലോയത്തിൽ എവിടെ ഉണ്ടാവുക? ആൻജിയോസ്പേംസിലാണ് ഉണ്ടാവുക. ജിംനോസ്പേംസിൽ ഇത് രണ്ടിന് പകരമായിട്ട് സീവ് സെൽസും ആൽബുമിനസ് സെൽസും ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3 ആണ് വരിക. എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. And this is our last question, I think. Conifers are adapted to tolerate extreme environmental condition because of. Conifers in adaptation ഉള്ളത് broad leaves ഉള്ളത് കൊണ്ടാണോ, presence of vessels ഉള്ളത് കൊണ്ടാണോ, thick cuticle sunken stomata ഉള്ളത് കൊണ്ടാണോ, presence of flowers ഉള്ളത് കൊണ്ടാണോ? Very simple. Answer is thick cuticle and sunken stomata. So we finished Plant Kingdom chapter. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയമുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ റീവൈൻഡ് അടിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. സോ ഇനി ഒരു ചാപ്റ്റർ ടീച്ചർ അടുത്ത ചാപ്റ്ററുമായിട്ട് വരും, ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് ടീച്ചർ പഠിപ്പിച്ചു തരും. സോ see you in the next class. Until then, take care.